സന്ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഡെലിവറൻസിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളും ആ ശിരസിൽ ഇങ്ങനെ ഒന്ന് കമഴ്ത്തി വെച്ച് ഒരല്പസമയം ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്ന കർത്താവിൻ്റെ ആത്മാവ് ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവത്തിൻ്റെ ആത്മാവെ ഞങ്ങളിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. നെറ്റിയിൽ കുരിശടയാളം വരച്ച് നമ്മുടെ ശരീരത്തെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം രണ്ട് കരങ്ങളും ഇങ്ങനെ യാചനാപൂർവ്വം നീട്ടിപ്പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ഈ ശരീരത്തെ സമ്പൂർണ്ണമായി നമ്മൾ സമർപ്പിക്കുകയാണ്. ഈ ശരീരത്തിൻ്റെ അധികാരം യേശുവിനാണ്. ഈശോയെ, എൻ്റെ ഈ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തിന്മകൾ, ഭാരങ്ങൾ, ശാപങ്ങൾ, പീഡകൾ എൻ്റെ ശരീരത്തെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ കർത്താവെ, ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായൊരു ദൈവിക ശക്തി എൻ്റെ ശരീരത്തിൽ വെളിപ്പെടട്ടെ. ഓരോരുത്തരും അതിനുവേണ്ടി ആഗ്രഹിക്കുക. കർത്താവ് നിന്നെ സ്പർശിക്കുന്ന സമയമാണ്. കണ്ണടച്ചോളൂ. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയം നിങ്ങളുടെ മനസ്സിൽ ഒരുപക്ഷെ ചില ഓർമ്മകളൊക്കെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരും. നിങ്ങളുടെ ജീവിതത്തിൽ ചില പാപ വഴികളിലൂടെ സഞ്ചരിച്ചതിൻ്റെ ഭാഗമായി നിങ്ങൾക്കുണ്ടായ അനേകം അനുഭവങ്ങൾ, ഒരുപക്ഷെ ചില സ്ഥലങ്ങൾ സന്ദർശിച്ചതിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് എന്തെങ്കിലും പീഡകൾ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങളുടെ ഇന്നലകളിൽ ചില സ്ഥലങ്ങൾ സന്ദർശിച്ചപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഒരു പീഡ, അതൊരു പക്ഷേ ചില രോഗങ്ങളായി നിങ്ങളെ പീഡിപ്പിക്കുന്നുണ്ടാവും. ഈ സമയം ആ മേഖലകൾ സമർപ്പിക്കുക. ഒരുപക്ഷെ ചിലപ്പോൾ ചില വീടുകളിൽ കടന്നു ചെന്നപ്പോൾ നിങ്ങൾക്ക് ചില പീഡകൾ, ചിലപ്പോൾ എവിടെയെങ്കിലും താമസിച്ചപ്പോൾ, ഇന്ന സ്ഥലത്ത് പോയപ്പോൾ, ഇന്ന യാത്ര ചെയ്തപ്പോൾ, ഇന്ന വാഹനത്തിൽ കയറിയപ്പോൾ, അങ്ങനെ ചില പൈശാചിക പീഡകൾ നമ്മളിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ മേഖലകൾ പ്രത്യേകം സമർപ്പിക്കുക. കർത്താവെ, ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ മേലുള്ള അപ്രകാരമുള്ള എല്ലാ പീഡകളിലും കർത്താവെ ഒരു സൗഖ്യം നൽകണം. ചില രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഒരു പൈശാചിക പീഡ പോലെ കടന്നു വരും. ചില രോഗങ്ങൾ അത് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഏതെങ്കിലും രോഗം നിന്നെ പൈശാചികമായി പീഡിപ്പിക്കുന്നുണ്ടോ? ഒരുപക്ഷെ ചിലപ്പോൾ നിൻ്റെ വീട്ടുകാർ പറയും, ഇത് നമ്മുടെ കുടുംബത്തിൽ പാരമ്പര്യമായിട്ടുള്ള രോഗമാണ്, ഇത് നിനക്കും ഇങ്ങനെ വന്നു, നീ ഇങ്ങനെ ജീവിതത്തിൽ നിനക്കും ഇങ്ങനെയാണ്, അടുത്ത തലമുറയ്ക്കും ഇങ്ങനെ വരും എന്നിങ്ങനെ പറഞ്ഞ് നിന്നെ ഭാരപ്പെടുത്തും. എന്നാൽ നീ വിശ്വസിക്കുക, അങ്ങനെ ഭാരപ്പെട്ട് ജീവിക്കേണ്ട ഒരു വ്യക്തിയല്ല നീയും. കർത്താവെ, ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ അപ്രകാരമുള്ള എല്ലാ പാരമ്പര്യ രോഗങ്ങളും, എല്ലാ അലർജി രോഗങ്ങളും, എല്ലാ രോഗപീഠകളും കർത്താവെ ഇതാ ഈ സമയത്ത് ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ ശരീരം ഇത് യേശുവിൻ്റെ ശരീരമാണ്. യേശു തൻ്റെ രക്തം കൊടുത്ത് വിലയായി കൊടുത്ത് നമുക്ക് വാങ്ങിത്തന്ന ശരീരമാണ്. ഈ ശരീരത്തിൽ സാത്താന് അവകാശമില്ല. നമ്മൾ വിശ്വസിക്കുന്നതനുസരിച്ച് നമ്മളിൽ ഇത് അനുഭവിക്കാൻ സാധിക്കും. ഓരോ വ്യക്തിയും ഈ സമയത്ത് ഇതൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഉച്ചത്തിൽ പ്രാർത്ഥിച്ചേ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, അവിടുത്തെ തിരുരക്തത്താൽ എന്നെ വിലയ്ക്ക് വാങ്ങിയല്ലോ. എന്റെ ശരീരം അങ്ങയുടേതാണ്. ഈ ശരീരത്തിൽ സാത്താന് അവകാശമില്ല. യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിളൊക്കെ ഉള്ളവര് ബൈബിളൊക്കെ എടുക്കണം, നോട്ട് ബുക്ക് എടുക്കണം, വചനമൊക്കെ എഴുതി പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ വായിച്ച് പഠിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഇന്ന് പത്രോസ്ലീഹ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വിളിയെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
വിശുദ്ധ പത്രോസ് നമ്മുടെ മുമ്പിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വിളിയെ പ്രത്യേകമായി നമ്മുടെ മുമ്പിൽ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം അതുകൊണ്ട് ഈ വചനം നമ്മൾ ശ്രദ്ധിക്കണം. ഒരുപക്ഷെ നമ്മൾ മറന്നുപോയിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ പത്രോസ് ലീഹ അത് ഓർമ്മപ്പെടുത്തുകയാണ്. നീ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കണമെന്ന് പത്രോസ് ലീഹ നമ്മളോട് പറയുകയാണ്. പത്രോസ് ലീഹായുടെ 1-ാം ലേഖനം, 1 Peter chapter 2 verse 21, 2-ാം അധ്യായം അതിൻ്റെ 21-ാം തിരുവചനമാണ് നമ്മൾ വായിക്കുന്നത്. 1 പത്രോസ് 2:21. ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയാ. അപ്പൊ ഈശോ ഇതാ നമ്മുടെ മുമ്പിൽ ഒരു മാതൃക നൽകിക്കൊണ്ട്, ഒരു മോഡൽ നൽകിക്കൊണ്ട് നമുക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു. പത്രോസ് ലീഹ പറയാണ്, ഇതിനു വേണ്ടിയാണ് നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ആ വചനം ഒന്ന് ഏറ്റു പറഞ്ഞാലോ? വലതുകരം ഉയർത്തിപ്പിടിച്ച് ഉച്ചത്തിൽ പറഞ്ഞ്, ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് ആ വചനം നമുക്ക് അല്പം കൂടെ വ്യക്തമായിട്ടൊന്ന് ഏറ്റെടുത്താലോ? ഇതിനായിട്ടാണ് ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥാനത്ത് ഞാൻ എന്ന് പറയണം. വലതുകരം ഒന്നും കൂടെ ഉയർത്തിപ്പിടിച്ചേ. യെസ്, വലതുകരം നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചേ. എന്നിട്ട് ഒച്ചത്തിൽ പറഞ്ഞ്, ഇതിനായിട്ടാണ് ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്തെന്നാൽ ക്രിസ്തു എനിക്ക് വേണ്ടി സഹിക്കുകയും ഞാൻ അനുകരിക്കുന്നതിന് വേണ്ടി എനിക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയാ. കൈകൾ താഴ്ത്തിയിട്ടൊന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഈ വചനം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും അനുഗ്രഹമായിട്ട് മാറട്ടെ. ആമേൻ, ആമേൻ. പത്രോസ് ലീഹ പറയാണ്, ഇതിനായിട്ടാണ് നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്തിനായിട്ടാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്? ഇതിനായിട്ടാണ് നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നു? പത്രോസ് ലീഹ പറയാണ്, എന്തെന്നാൽ ക്രിസ്തു നിനക്ക് വേണ്ടി സഹിച്ചു. പറഞ്ഞേ, ക്രിസ്തു എനിക്ക് വേണ്ടി സഹിച്ചു. ഒച്ചത്തിൽ പറഞ്ഞേ, ക്രിസ്തു എനിക്ക് വേണ്ടി സഹിച്ചു. ഒന്നാമത്തെ കാര്യം. അതിനുശേഷം പറയാണ്, നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി, ഞാൻ അനുകരിക്കുന്നതിന് വേണ്ടി, ഞാൻ ഇമിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, ഞാൻ അനുകരിക്കുന്നതിന് വേണ്ടി. പറഞ്ഞേ, ഞാൻ അനുകരിക്കുന്നതിന് വേണ്ടി. അടുത്തത് വീണ്ടും പറയാണ്, നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. എനിക്ക് മാതൃക നൽകപ്പെട്ടിരിക്കുന്നു. പറഞ്ഞേ, എനിക്ക് മാതൃക നൽകപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയാ. പത്രോസ് ലീഹ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എന്നോടും നിങ്ങളോടും പറയുവാണ്, നമുക്ക് ഒരു വിളി ലഭിച്ചിട്ടുണ്ട്. ഈ വിളി എന്താണെന്നറിയാവോ? യേശുക്രിസ്തു നമുക്ക് വേണ്ടി സഹിച്ചു, കുരിശിൽ മരിച്ചു. ഇതുപോലെ സഹിക്കാനുള്ള ഒരു വിളി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. നമുക്കൊരു വിളി തന്നിട്ടുണ്ട്. ഈ വിളി എന്ത് വിളിയാണ്? സഹന വിളിയാണ്. സഹന മേഖലകളെ തിരിച്ചറിയാനുള്ള ഒരു വിളി നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വലിയ താല്പര്യമില്ലാത്ത വിളിയാണ്, പക്ഷേ ഇതാണ് റിയാലിറ്റി. സഹനം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടമല്ല, അത് അലർജിയാണ്. പക്ഷേ അൺഅവോയ്ഡബിൾ, ഒഴിവാക്കാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ഇരിക്കുന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും തന്നെ, ഓൺലൈനിൽ പങ്കെടുക്കുന്നവരും ഓഫ്ലൈനിൽ പങ്കെടുക്കുന്നവരും പറയുന്ന ഞാനുമൊക്കെ കൃത്യമായി നമ്മൾ വിശ്വസിക്കുന്നൊരു കാര്യം എന്നാണെന്നറിയാവോ? നമുക്കെല്ലാവർക്കും പലവിധ സഹനങ്ങൾ ഉണ്ട്. നമുക്കെല്ലാവർക്കും തന്നെ പലവിധ സഹനങ്ങൾ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട. ചിലർ പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ എൻ്റെ സഹനമാണ് ഈ അടുത്തിരിക്കുന്നത്. ഇതല്ല, മനുഷ്യരല്ല, ഇതിനപ്പുറമായിട്ടുള്ള ചില സഹനങ്ങൾ നമുക്ക് ഉണ്ട്. ഇറ്റ് ഈസ് എ റിയാലിറ്റി. നമ്മളിത് അംഗീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ക്ഷണിക്കുന്നത് ഈ വിളിയെക്കുറിച്ച് നമ്മളൊരു അവബോധമുള്ള വ്യക്തി ആയിരിക്കണം. യേശു നമുക്ക് വേണ്ടി സഹിച്ചു, മരിച്ചു എന്നുള്ളത് ഇത് വെറുതെ നോമ്പ് കാലഘട്ടത്തിൽ
വെറുതെ കുരിശിൻ്റെ വഴിയിൽ പങ്കെടുത്ത് എന്നോ നടന്ന ഒരു കഥ, ഒരു സംഭവം, ഇതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ലല്ലോ എന്ന് പറയാനല്ല, മറിച്ച് ഈ സഹന വഴികൾ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. യെസ്, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു മീ. എൻ്റെ ജീവിതത്തോട് ബന്ധമുണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കണം, അത് വിശ്വസിക്കണം, അത് ഏറ്റെടുക്കണം. ഹല്ലേലൂയ. ഇതൊരു വിളിയാണ്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ് ഇതൊരു വിളിയാണ്. ഇതൊരു ദൈവ വിളിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈശോയുടെ പ്രത്യേകത എന്താണെന്നറിയാവോ? ഈശോ ഈ സഹനത്തെ നേരിട്ടത് എങ്ങനെയാ? ഹി ഹിംസെൽഫ് പ്രിപ്പയർഡ്. ഈശോ അതിനു വേണ്ടി നന്നായി ഒരുങ്ങി. ഈശോ ഈ സഹന വഴികളിൽ ഈശോ നന്നായി അതിനുവേണ്ടി മാനസികമായി ഒരു ഒരുക്കം നടത്തിയിരുന്നു. ഈശോയ്ക്ക് അറിയാം, ദേ എനിക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈശോ പലതവണ ശിഷ്യന്മാരോടും കൂടെയുള്ളവരോടും തൻ ജെറൂസലേമിലേക്ക് പോകാൻ പോകുന്നു, ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പോകുന്നുവെന്ന് ഒരു ഒരുക്ക ശുശ്രൂഷ പല സമയങ്ങളായിട്ട് നടത്തി. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഒന്ന് രണ്ട് വചനം ഒന്ന് വായിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ കാര്യം മനസ്സിലാകും. നമ്മൾ വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 16 അധ്യായം 21 തിരുവചനം. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 16, 16 അധ്യായം അതിൻ്റെ 21 തിരുവചനം നോക്കുമ്പോൾ ഇതാ ഈശോ പീഡാനുഭവത്തെക്കുറിച്ച് ഒന്നാമത്തെ ഒരു പ്രവചനം, ഫസ്റ്റ് പ്രിപ്പറേഷൻ നമുക്ക് കാണാം. അതായത് ഈശോ പറയാണ്, എനിക്ക് ദേ സഹനം കാത്തിരിക്കുന്നു. പ്രിപ്പയർ ചെയ്യുക. ഈശോ തന്നെ ഒന്ന് ഒരുങ്ങുവാണ്. ഒന്ന് വായിച്ചേ, മത്തായി 16:21. അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. ശിഷ്യന്മാരെ മുൻകൂട്ടി അറിയിച്ചു തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നമുക്കൊരു മാതൃകയായിട്ട് ഈശോ നൽകുകയാണ്. നിന്റെ ജീവിതത്തിൽ സഹനങ്ങളുണ്ട്, നീ അതിന് പ്രിപ്പയർഡ് ആയിരിക്കണമെന്ന് കർത്താവ് ഈ വചനത്തിൽ നമുക്കൊരു മുന്നറിയിപ്പ് നൽകുകയാണ്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ there will be suffering. നീ അത് കൃത്യമായിട്ട് അത് വിശ്വസിക്കണം, അത് അംഗീകരിക്കണം. സഹന വഴികൾ ഉണ്ട് എന്നുള്ളത് അംഗീകരിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാവോ? നമുക്ക് പെട്ടെന്ന് നമ്മൾ വല്ലാണ്ട് ഷാറ്റേഡായി പോകും, തകർന്നു പോവും, ഭാരപ്പെട്ടു പോവും. അയ്യോ എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ, എനിക്കിങ്ങനെ എൻ്റെ കുടുംബത്തിൽ സംഭവിച്ചല്ലോ, എൻ്റെ മാത്രം ഇങ്ങനെ ഇഷ്യൂ ആണല്ലോ, ഇങ്ങനെ നമ്മൾ വല്ലാണ്ട് ഭാരപ്പെട്ടു പോകും. എന്നാൽ ഈശോ പറയാണ്, നീ അങ്ങനെ ഭാരപ്പെടരുത്. കാരണം എന്താണെന്നറിയാവോ? നിന്റെ ജീവിതത്തിൽ ദേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നീ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ പ്രവചനമാണ് വായിച്ചത്. ദേ വായിച്ചേ, മത്തായി സുവിശേഷം തന്നെ 17-ാം അധ്യായം അതിൻ്റെ 22-ാം തിരുവചനം. ചാപ്റ്റർ 17 അതിൻ്റെ 22, 22-ാം തിരുവചനം ഒന്ന് വായിച്ചേ. അവർ ഗലീലയിൽ ഒരുമിച്ച് കൂടിയപ്പോൾ യേശു അവരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. അവർ അവനെ വധിക്കും, എന്നാൽ 3-ാം ദിവസം അവൻ ഉയർപ്പിക്കപ്പെടും. ഇത് കേട്ട് അവർ അതീവ ദുഃഖിതരായി തീർന്നു. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഈശോ 2-ാം പ്രാവശ്യം കൂടെയുള്ളവരെ ഒന്ന് ഒരുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈശോ തന്നോട് തന്നെയും കൂടെയുള്ളവരെയും ഒരു കാര്യം പറഞ്ഞു ഒരുക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ നിനക്ക് സഹനത്തെ ഉണ്ടാകും. ഒരു കുരിശുമരണം, ചില പാടുപീഡകളിലൂടെ നീ കടന്നു പോകണമെന്നുള്ള യാഥാർത്ഥ്യത്തെ ഈശോ പറഞ്ഞ് ഒരുക്കുകയാണ്. ഹല്ലേലൂയ. മറ്റൊരു വചനം കൂടെ വായിക്കാം. 3-ാമതായിട്ട് ഈശോ പറഞ്ഞ് ഒരുക്കുന്നത് മത്തായിയുടെ തന്നെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 17 മുതലുള്ള വചനം വായിച്ചേ. 17, ചാപ്റ്റർ 20 വേഴ്സ് 17 ഓൺവേഴ്സ്. യേശു തന്റെ 12 പേരെ മാത്രം കൂട്ടിക്കൊണ്ട് ജെറുസലേമിലേക്കുള്ള യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ വെച്ച് അരുളി ചെയ്തു, ഇതാ നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാർക്കും നിയമജ്ഞന്മാർക്കും ഏൽപ്പിക്കപ്പെടും. അവർ അവനെ മരണത്തിന് വിധിക്കുകയും വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അവർ അവനെ
പരിഹസിക്കുകയും പ്രഹരിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും. എന്നാൽ 3-ാം ദിവസം അവൻ ഉയർപ്പിക്കപ്പെടും. ശ്രദ്ധിച്ചേ, ഹല്ലേലൂയാ. ഹല്ലേലൂയ. അപ്പൊ 3 തവണ, എത്ര തവണ? 3 തവണ ഈശോ കൂടെയുള്ള ശിഷ്യന്മാര് നാട്ടുകാരോടൊക്കെ ഈശോ പറഞ്ഞതേ ഇതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ, ഇത് വായിച്ചുകൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട കാര്യം എന്താ? നമ്മുടെ അനുദിന ജീവിതത്തിലും ഇതുപോലെ സഹനങ്ങളുണ്ട്. നമ്മളും പ്രിപ്പയർഡ് ആയിരിക്കണം, നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങിയിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ, സഹനങ്ങളെ നേരിടാൻ നീ ഒരുങ്ങിയിരിക്കണം. സഹനങ്ങളെ നേരിടാൻ നിനക്ക് ഒരുക്കം വേണം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അല്ലാതെ എപ്പോഴും നമ്മുടെ ചിന്ത എന്താ? ഞാൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ സുഖകരമായിട്ട് മുന്നോട്ട്, അങ്ങനെയൊന്നില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം നടക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമ്മുടെ മുമ്പിൽ സഹന വഴികൾ വരുമ്പോൾ തളരാതെ നിന്നെ മുമ്പോട്ട് പിടിച്ചു നടത്താൻ ഈശോ പറയാണ്, യു മസ്റ്റ് ബി റെഡി ഫോർ ഇറ്റ്. നീ ഈ വിഷയത്തിൽ നിനക്കിതിനെക്കുറിച്ചൊരു ഗ്രാഹ്യമുണ്ടായിരിക്കണം, നീ അറിഞ്ഞിരിക്കണം. നീ ഒരു തടസ്സം, ഭാരം, സഹനം വരുമ്പോൾ ഞെട്ടരുത്, ഇട്ടിട്ട് പോകരുത്. നിന്റെ വിശ്വാസം നീ നഷ്ടപ്പെടുത്തരുത്. നീ അതിനെക്കുറിച്ച് ജാഗ്രതയുണ്ടായിരിക്കണം. സഹനത്തെ നേരിടാൻ നീ ഒരുങ്ങിയിരിക്കണം. വലതുകര ഉയർത്തുവച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ശ്രദ്ധിച്ചേ, ഇന്ന് ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നവരിവിടെ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും സഹന വിഷയങ്ങളിൽ 100,000 ചോദ്യങ്ങളുമായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചുവെന്ന് കരയുന്നുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്, ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ പാടില്ല എന്നിങ്ങനെ മല്ലിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഈ വചനം ഇത് നിനക്ക് വേണ്ടി കർത്താവ് പറഞ്ഞു തരുന്നതാണ്. നീ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈശോ നിനക്ക് നൽകുന്നൊരു വിളിയാണ്. എന്താണെന്നറിയാവോ? യേശുവിൻ്റെ സഹന മരണത്തോട് ചേർന്ന് നിന്റെ ജീവിതത്തിൽ ബിൽഡപ്പ് ചെയ്യാൻ കർത്താവ് നിന്നെ ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയാ. ഹല്ലേലൂയ. നാളെ വരുന്ന മഹിമയോർത്ത ഇന്നിൻ ദുഃഖങ്ങൾ നിസ്സാരമാ. നാളെ വരുന്ന മഹിമയോർത്ത ഇന്നിൻ ദുഃഖങ്ങൾ നിസ്സാരമാ. ആരാധന ആരാധന എൻ്റെ ഈശോയേ, ആരാധന 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 എൻ്റെ ഈശോയേ, ആരാധന. എഴുന്നേറ്റ് നിന്ന്, പാതാളത്തോളം നീ താഴ്ത്തപ്പെട്ടെങ്കിൽ യേശുവേ, ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. ഈശോയെ നോക്കി പാടിക്കേ. പാതാളത്തോളം നീ താഴ്ത്തപ്പെട്ടെങ്കിൽ ആമേൻ. ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. പാതാളത്തോളം നീ താഴ്ത്തപ്പെട്ടെങ്കിൽ വിശ്വസിച്ചേറ്റെടുക്കുക. ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. ആമേൻ. പാതാളത്തോളം നീ താഴ്ത്തപ്പെട്ടെങ്കിൽ ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. ദൈവമുയർത്തും കുഞ്ഞി, ദൈവമുയർത്തും. ദൈവമുയർത്തും. ആകാശത്തോളം നിന്നെ പാടിക്കേ. ദൈവമുയർത്തും. ദൈവമുയർത്തും കുഞ്ഞേ, ദൈവമുയർത്തും. ആകാശത്തോളം. ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. കൈയടിച്ച് പാടിയാലോ? ദൈവമുയർത്തും.
നിസ്സാരമാ ചേർന്ന് പാടി നിസ്സാരമാ യേശുവേ നിസ്സാരമാ നീറും ദുഃഖങ്ങൾ നിസ്സാരമാ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോയെ എന്ന് വിളിച്ചൊന്ന് സ്തുതിച്ച് ഓ കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന 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 ആരാധന. കർത്താവേ, അങ്ങയുടെ അത്ഭുതകരമായ ശക്തി ഞങ്ങൾ നിറയപ്പെടട്ടെ. കൃപയ്ക്ക് മേൽ കൃപ കർത്താവേ ഞങ്ങൾ നിറയപ്പെടട്ടെ. ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളും കർത്താവേ അങ്ങെടുത്ത് മാറ്റണം. ദൈവമേ, നിന്റെ അത്ഭുത ശക്തി ഞങ്ങൾ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ.